മറ്റൊരു ചോദ്യം, ദാറുൽ ഇഫ്തായിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം വാഹനം ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ വണ്ടി കച്ചവടക്കാരനാണ്. ആ വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾ, അത് പുതിയ വാഹനമായിക്കോട്ടെ പഴയതായിക്കോട്ടെ, അയാളുടെ ഷോറൂമിൽ അവിടെ ഏതെങ്കിലും ഒരു ബാങ്ക്, നമ്മുടെ നാട്ടിലെ ബാങ്കുമായി ലിങ്ക്ഡാണ്. ഇവിടെ വാഹനം എടുക്കാൻ വരുന്ന ആൾ ലോണിൽ അദ്ദേഹത്തിന് വാഹനം എടുക്കാം. ബാങ്ക് ഈ ഷോപ്പുകാർക്ക് പൈസ കൊടുക്കും. പിന്നെ നിങ്ങൾ ആ കാറിൻ്റെ പൈസ ഘട്ടം ഘട്ടമായി അടച്ചാൽ മതി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്നത് പോലെ. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ബൈഉ തഖ്സീത്ത്. ബൈഉ തഖ്സീത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഹലാലായ കച്ചവടമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സാധനം, ഉദാഹരണത്തിന് ഒരു കാറ് ഒരാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അയാൾക്ക് ആ കാറിൻ്റെ പൈസ 5 ലക്ഷം രൂപ ഒന്നിച്ച് കൊടുത്ത് വാങ്ങാൻ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം അവൻ അനുവാദം നൽകുന്നത്, ഈ 5 ലക്ഷത്തിൻ്റെ കാറ് നിനക്ക് റൊക്കം കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ ഘട്ടം ഘട്ടമായി കൊടുത്ത് നിനക്ക് ആ കാറ് സ്വന്തമാക്കാം. അതിനാണ് ബൈഉ തഖ്സീത്ത് എന്ന് പറയാം. ബൈഉ തഖ്സീത്തിൽ അനുവദിക്കപ്പെട്ട രൂപമാണ് റൊക്കം നൽകുകയാണ് 5 ലക്ഷം. അതല്ല, ഘട്ടം ഘട്ടമായി അടക്കുകയാണെങ്കിൽ 6-7 ലക്ഷം വരെ നൽകേണ്ടി വരും. അതും അനുവദനീയമാണ്. ഇസ്ലാം അനുവദിച്ച കച്ചവട രീതിയാണ്. ഈ ഒരു കച്ചവട രീതി ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതേപോലെ അനുവദിക്കപ്പെട്ട മറ്റൊരു കച്ചവട രീതിയാണ് ഇതിൻ്റെ വേറൊരു ഭാഗം. ഒരാൾക്ക് ഒരു വീട് വാങ്ങണം, അതിന് പൈസ ഇല്ല. അയാൾ ബാങ്കിലേക്ക് ചെല്ലും. ബാങ്കിൽ ആളോട് പറയും, എനിക്ക് വീട് വാങ്ങണം. ബാങ്കുകാർ അവരുടെ പൈസ വെച്ച് ഒരു 30 ലക്ഷത്തിൻ്റെ വീട് ഇയാൾക്ക് വാങ്ങിക്കൊടുക്കും. കടം, ബാങ്ക് ഇയാൾക്ക് കടം കൊടുക്കുന്നത് പോലെ 30 ലക്ഷത്തിൻ്റെ വീട് ഇയാൾക്ക് വാങ്ങിക്കൊടുക്കും. ഇയാൾ ബാങ്കിന് ആ 30 ലക്ഷം തിരിച്ചടക്കണം. പക്ഷെ തിരിച്ചടക്കുന്നത് 35 ആയിരിക്കും. കാരണം ഈ ബാങ്ക് ആ വീട് മുതലാളിയിൽ നിന്ന് വാങ്ങുകയും ഇയാൾക്ക് വിൽക്കുകയും ചെയ്തു. നിങ്ങളെടുത്തോ, പക്ഷേ 35 റുപ്യ നമുക്ക് തരണം. കച്ചവടം ഹലാലാണ്, ജായിസാണ്, അനുവദനീയമാണ്. ഇവിടെ തർക്കമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരാൾ ഇതേപോലെ കാറ് വാങ്ങുകയും 5 ലക്ഷത്തിന് രൂപയുടെ കാറ് റൊക്കം കൊടുത്ത് 5 ലക്ഷം കൊടുത്താൽ മതി. അതില്ല, ഇയാൾ ലോണായിട്ട് എടുക്കുന്നത്, കുറച്ചായിട്ട് അടക്കണം. എല്ലാ മാസവും ഇന്ന തീയതി 20,000 റുപ്യ അടക്കണം. അങ്ങനെ വ്യവസ്ഥയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം, അത് പലിശയാകും എന്ന് പറയാൻ കാരണം, നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥ എന്നുള്ളത്, നമ്മുടെ നാട്ടിൻ്റെ ബാങ്കിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റിബയാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളെ സേവിക്കാനോ ജനങ്ങളെ സഹായിക്കാനോ അല്ല. അതിൻ്റെ അടിസ്ഥാനം റിബയാണ്. സമ്പാദിക്കുക, പലിശയിലൂടെ സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾക്ക് ഉള്ളത്. ഇസ്ലാമിക ബാങ്കിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ ഒരു നിബന്ധന വെക്കും. ഇന്ന മാസം, എല്ലാ മാസവും 20-ാം തീയതി 20,000 രൂപ അടക്കണം. അതല്ലെങ്കിൽ അതനുസരിച്ച് എത്രയാണോ നമ്മൾ കരാർ എഴുതുന്നത് അതനുസരിച്ച്. ഇനി അഥവാ അടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ 20,000 കടാണ് അല്ലേ, 5 ലക്ഷം റുപ്യ നമുക്ക് കടം തന്നു. നമ്മൾ തിരിച്ചടക്കുമ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബൈഉ തഖ്സീത്ത് എന്ന നിലക്ക് നമുക്ക് 7 ലക്ഷം തിരിച്ചടക്കാം, അനുവദനീയമാണ്. പക്ഷേ നമ്മൾ അടക്കുമ്പോൾ അവിടെ കണ്ടീഷൻ വെക്കുന്നത്, ഈ മാസം അടവ് തെറ്റിയാൽ ഇത്ര രൂപ കൂടുതൽ അടക്കണം. അതാണ് പാടില്ലാത്തത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം. ഈ ഹദീസിൻ്റെ സനദുകളിൽ സംസാരങ്ങളുണ്ട്, എങ്കിലും ഇതിൻ്റെ മഅന ഇജ്മാഇ സ്ഥിരപ്പെട്ട കാര്യമാണ്. മൻ ജറ നഫ്അൻ കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ. കടം, ആ കടത്തിലൂടെ എന്തെങ്കിലും ഉപകാരമെടുക്കുന്നുണ്ടെങ്കിൽ, കടം കൊടുത്ത ആൾ അതല്ലെങ്കിൽ കടം വാങ്ങിയ ആൾ എന്തെങ്കിലും ഉപകാരമെടുക്കുന്നുണ്ടെങ്കിൽ അത് റിബയായിട്ട് മാറ്റപ്പെടും. അത് റിബയായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 7 ലക്ഷത്തിനാണ് കാർ എടുത്തത്, കടം. ആ കടം കൊടുക്കുന്ന സാധാരണ തവണ വ്യവസ്ഥയിൽ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് വിരോധമില്ല, ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ ആ തവണ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ, കൊടുക്കൽ സമയം ലേറ്റായാൽ അല്ലെങ്കിൽ കൊടുക്കാൻ താമസിച്ചാൽ, അവിടെ കൂടുതൽ സിയാദത്തായിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മുടെ കച്ചവടത്തിൻ്റെ ഇതിനെതിരാണ്. അതുകൊണ്ട് ഇസ്ലാം അത് റിബയായി പഠിപ്പിച്ചിട്ടുള്ളത്. അത് കാരണത്താലാണ് നമ്മുടെ നാട്ടിൽ ലോണിൻ്റെ വ്യവസ്ഥയിൽ വാഹനങ്ങളായാലും വീടായാലും എന്തായാലും എടുക്കൽ
അനുവദനീയമല്ല എന്ന് നമ്മൾ പറയാൻ കാരണം. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ തവണ വ്യവസ്ഥയിൽ കച്ചവടം നടത്തുകയും എന്നാൽ അത് ഷർത്ത് വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഉറുഫ് അനുസരിച്ച് തവണ വ്യവസ്ഥ തെറ്റിയാൽ ഇത്ര കൊടുക്കണം, കൂടുതൽ കൊടുക്കണം എന്ന് ഉറുഫിൻ്റെ ആചാരം അങ്ങനെയാണെങ്കിൽ കൂടി അത് ഹറാമാണ്. കാരണം എല്ലാം ഷർത്ത് വെക്കപ്പെട്ടതുപോലെയാണ് ഉറുഫിൻ്റെ നമ്മൾ കണക്കാക്കപ്പെടുന്നതും എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇങ്ങനെ കച്ചവടം ചെയ്താൽ അത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ അനുസരിച്ച് ഹറാമാണ്, പലിശയാണ്, പാടില്ലാത്തതാണ്. പലിശ നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. പലിശ കൊടുക്കുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, അത് രേഖപ്പെടുത്തുന്നവൻ, അതിന് സാക്ഷ്യം നിൽക്കുന്നവൻ എല്ലാവരും പലിശയിൽ തുല്യ പങ്കുകാരാണ്. എല്ലാം ഹറാമാണ്, എല്ലാം ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിൽ ആ വാഹനം വിൽക്കുന്ന കച്ചവടക്കാരൻ അയാളും കുറ്റക്കാരാണ്, പലിശയിൽ ഭാഗവാക്കാണ്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനം സൂചിപ്പിച്ചത് പലിശയുമായി ബന്ധപ്പെട്ട ഏതൊരു നിലക്ക് നിങ്ങളതിനെ സഹായിക്കുന്നുവോ അതെല്ലാം ഹറാമാണ്, ബാത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ മാത്രം മഹ്സൂറല്ല. കാരണം പലിശയെ സഹായിക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അത് ബാത്തിലാണ്, ഹറാമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യകർത്താവ് ചോദ്യത്തിൽ ആ കച്ചവടക്കാരൻ കുറ്റക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കച്ചവടം ബാത്തിലാണ്, ഹറാമാണ്. കാരണം അത് പലിശയാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം.